അഭിഭാഷക അസോസിയേഷന്റെ യാത്രയയപ്പ് ചടങ്ങിലേക്കുള്ള ക്ഷണം നിരസിച്ച് ജഡ്ജി ജസ്റ്റിസ് മേരി ജോസഫാണ് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ ക്ഷണം നിരസിച്ചത്. ജസ്റ്റിസ് മേരി ജോസഫിനായി അഭിഭാഷകർ ഒരുക്കിയ യാത്രയയപ്പ് ചടങ്ങ് ഇതോടെ റദ്ദാക്കുകയായിരുന്നു. രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ജസ്റ്റിസ് മേരി ജോസഫിന്റെ വിരമിക്കൽ യാത്രയയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ചില വിവാദങ്ങൾ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ യാത്രയയപ്പ് ചടങ്ങ് ഹൈക്കോടതിയിലെ ബാങ്കറ്റ് ഹാളിൽ സംഘടിപ്പിച്ച സമയത്ത് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന് അതിന്റെ പ്രസിഡന്റിന് സംസാരിക്കാൻ അവസരം നൽകുന്നില്ല എന്നുള്ള ഒരു ആരോപണം ചൂണ്ടിക്കാട്ടി അവർ ആ ഒരു പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനിടയിൽ തന്നെയാണ് KHC, അതായത് ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രത്യേകമായിട്ട് ഈ ജഡ്ജിക്ക് വേണ്ടിയിട്ട് യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. പക്ഷേ അതിൽ പങ്കെടുക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ നിലവിൽ ജസ്റ്റിസ് മേരി ജോസഫ് സ്വീകരിച്ചിരിക്കുന്നത്. ക്ഷണം നിരസിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ അഭിഭാഷകർ ഒരുക്കിയ യാത്രയയപ്പ് ചടങ്ങ് റദ്ദാക്കിയിരിക്കുന്നത്. നേരത്തെ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ ഇത് സംബന്ധിച്ചൊരു പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തിരുന്നു. അഭിഭാഷകരെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് ജസ്റ്റിസ് മേരി ജോസഫ് യാത്രയയപ്പ് ചടങ്ങിൽ എല്ലാ അഭിഭാഷകരെയും ക്ഷണിക്കാത്തത്. സാധാരണഗതിയിൽ ഏതെങ്കിലും ഹൈക്കോടതി ജഡ്ജി വിരമിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് യാത്രയയപ്പ് സംഘടിപ്പിക്കുന്ന വേളയിൽ അത് ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിലായിരിക്കും യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ്, അതോടൊപ്പം AGയുടെ ഓഫീസിലെ ആളുകൾ, DSCയുടെ ഓഫീസിലെ ആളുകൾ, ഇവർക്കൊക്കെ തന്നെ സംസാരിക്കാനായിട്ട് സമയമുണ്ട്. പക്ഷേ ജസ്റ്റിസ് മേരി ജോസഫിന്റെ അവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഈ ഒരു ചടങ്ങ് ഒരു ചെറിയ രീതിയിലേക്ക് ഒതുക്കിക്കൊണ്ട് ബാങ്കറ്റ് ഹാളിലേക്ക് മാറ്റിയത്. ഇത് അംഗീകരിച്ച ചീഫ് ജസ്റ്റിസിന്റെ നടപടി ശരിയല്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ സ്വീകരിച്ചത്. എന്തായാലും അസോസിയേഷൻ തീരുമാനിച്ച യാത്രയയപ്പ് ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജഡ്ജി തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ യാത്രയയപ്പ് ചടങ്ങ് റദ്ദാക്കിയിരിക്കുകയാണ്. വ്യക്തമാണ്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.